പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോ മാനേജ്മെൻറ്റ് IAM സ്നേക്ക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന അതിഥി വ്യത്യസ്തനായ അതിഥിയാണെങ്കിൽ തന്നെ, പക്ഷേ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ സ്നേക്ക് മാസ്റ്റർ ടീം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇതേ ഗണത്തിൽ പിറന്ന അല്ലെങ്കിൽ ഇതേ വംശത്തിൽ ജനിച്ച അതിഥിയെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അതിഥി തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തലയ്ക്കടുത്ത് കേരളാദിത്യപുരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വഴിയുടെ സൈഡിൽ റോഡിലേക്കൂടെ സന്ധ്യയ്ക്ക് ആൾക്കാർ നടന്നു പോകുന്ന സമയത്ത് ഒരു പാമ്പ് ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ട് വഴി പോക്കവർക്ക് അറിയില്ലായിരുന്നു അതെന്താണ് അതിഥി, ആരാണ് അതിഥി, ഏതാണ് അതിഥി എന്നൊന്നും അറിയില്ലായിരുന്നു. അവർ വടിയെടുത്ത് അതിനെ അടിക്കുകയും എന്നിട്ട് അതിനെ കമ്പ് കൊണ്ട് തോണ്ടി അടുത്തൊരു പറമ്പിലേക്ക് ഇടുകയും ചെയ്തു. ഇത് കണ്ടിട്ട് അതുവഴി വന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നെ വിളിക്കുകയും ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ അദ്ദേഹം അതിന് വേറൊരു കമ്പ് കൊണ്ട് തോണ്ടി വീണ്ടും റോഡിൽ കൊണ്ടിടുകയും ഞാൻ അതിനെ നന്നായിട്ട് നിരീക്ഷിച്ച് കുഴപ്പമൊന്നുമില്ല, അടി കിട്ടിയിട്ടുണ്ട്, മോഷനൊക്കെ പാസ് ചെയ്യാൻ ദേഹത്ത് ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു. ബ്ലാക്ക് സാൻബോവ എന്നറിയപ്പെടുന്ന, നമ്മുടെ ഇരുതലപ്പാമ്പ് എന്നറിയപ്പെടുന്ന, കോടികൾ വിലയുണ്ട് എന്ന് തെറ്റായി കഥകൾ പ്രചരിപ്പിച്ച് നടക്കുന്നു കുറേ ആൾക്കാർ. ആ വംശത്തിൽ ജനിച്ച, എന്നാൽ ഒരു പൈസ പോലും വിലയില്ലാത്ത, എന്നാൽ ഈ അതിഥിയെ കയ്യിലിരിക്കും, ആരെങ്കിലും കയ്യിലിരുന്ന് ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ പിടികൂടി കഴിഞ്ഞാൽ ആവശ്യത്തിന് നട്ടലിന് നല്ല ഇടി കിട്ടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഫോറസ്റ്റ് ഷെഡ്യൂൾഡ് 4 ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആ അതിഥിയെ. എന്നാൽ ഈ അതിഥി ആരുടെയെങ്കിലും കയ്യിലിരുന്ന് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ പിടികൂടുകയാണെങ്കിൽ 6 മാസം വരെ ജയിൽ വാസവും 25,000 രൂപ വരെ പിഴയും ഉൾപ്പെടുന്ന വകുപ്പിൽപ്പെടുന്ന അതിഥിയാണ് ഇരുതലപ്പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ്. ഇത് വിലയുള്ള പാമ്പല്ല എന്ന് നമ്മൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമുക്കൊന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ ഭാഗം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ആ നാട്ടുകാർ വഴിപോക്കരാരും അതിനെ തല്ലിയിരുന്നു, അടിച്ചിരുന്നു, അതിന് ചെറിയ ചെറിയ മുറിവുകളുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടെങ്കിലും അതിപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മരുന്നൊക്കെ വെച്ച് അതൊക്കെ ക്ലിയറായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ വെച്ച് മുറിവ് കരിഞ്ഞു. ഒത്തിരി മുറിവുകൾ കാരണം വരുന്നത് നോക്കൂ, നമ്മുടെ നാട്ടിൽ 2 തലകൾ എന്നാണ് പറയപ്പെടുന്നത്. നോക്കൂ, 2 തലകളല്ല, ഇത് വാലും തലയും ഒരുപോലെ, ഏകദേശം ഒരുപോലെ തോന്നി. എൻ്റെ വലത്ത് വശത്തിരിക്കുന്നതാണ് തല, ഈ ഇടത്തെ കയ്യിലിരിക്കുന്നത് വാലാണ്. വാലും തല ഏകദേശം ഒരുപോലെ തോന്നിക്കുന്നു. പക്ഷേ ഇതിന് 2 തല ഉണ്ടെന്ന് പറയുന്നത് തെറ്റായ അറിവാണ്. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇറിഡിയം എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പുറകെയാണ് നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇതിൻ്റെ പിറകെ പോകുന്നു. പക്ഷെ നോക്കുക, ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ നീളവും ഏകദേശം 4 അടിയോളം നീളവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കനം ഏകദേശം 3 ഇഞ്ച് ചുറ്റളവിൽ വണ്ണവുമുണ്ട്. നമ്മൾ നോക്കുന്ന തല കുഞ്ഞു തലയാണ്. നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ശാന്ത സ്വഭാവമുള്ള മോഹമാണ്. പക്ഷേ കടിക്കാം, ചില അപൂർവം സാഹചര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കടി സംഭവിച്ചിട്ടുണ്ട്. കണ്ണ് കുഞ്ഞു കണ്ണാണ്. അല്ല, പന്നി വരെയും അങ്ങനത്തെ ചെറിയ മണ്ണിൻ്റെ അടി ജീവിക്കുന്ന കുടിപ്പാമ്പ് ഒക്കെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. നെയിം ബ്ലാക്ക് സാൻഡ്ബോ, കിങ്ഡം അനിമാലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് റെപ്റ്റാലിയ, ഓർഡർ സ്ക്യൂമാറ്റ, ഫാമിലി ബയോഡേ, ജനസ് എറിക്സ്, സ്പീഷീസ് ഈ ജോണി. കാഴ്ചയിൽ പൊതുവെ കറുപ്പ്, ചുവപ്പ് നിറങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇവയുടെ ശരീരത്തിൽ സാധാരണ മണ്ണൂലിപ്പാമ്പുകൾക്കുള്ളതുപോലെ ചിത്രപ്പണികളൊന്നും ഉണ്ടാവുകയില്ല. ഇവയുടെ തലയും വാലും കാഴ്ചയിൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതിനാൽ ഇവയെ ഇരുതല മണലിയാനെന്നും ഇരുതല മൂരിയെന്നും അറിയപ്പെടുന്നു. ഏകദേശം 3.5 അടി നീളവും നല്ല വണ്ണവും ഉണ്ടാകും. സാധാരണ മണ്ണൂലികളെ പോലെ ഇവയുടെ ശരീരത്തിന് തിളക്കം ഉണ്ടാവുകയില്ല. ഇവയുടെ വാൽ നല്ല വണ്ണവും അതേസമയം നീളം കുറഞ്ഞതും വണ്ണമുള്ളതുമായിരിക്കും. വളരെ സാവധാനം മാത്രമേ ഇവ സഞ്ചരിക്കാറുള്ളൂ.
പൊതുവെ പേടിത്തൊണ്ടന്മാരായ ഇക്കൂട്ടർ ആരെങ്കിലും സമീപത്തുണ്ടെന്നറിഞ്ഞാൽ ശരീരം ചുരുട്ടിവെച്ച് അതിനു മുകളിൽ തലയും വെച്ച് അനങ്ങാതെ കിടക്കുകയാണ് പതിവ്. എല്ലാ കാലാവസ്ഥയിലും ജീവിക്കുന്ന ഈ പാമ്പുകൾ പൊതുവെ രാത്രിയും പകലും സഞ്ചരിക്കാറുണ്ട്. ഇവയ്ക്ക് കൂടുതൽ പ്രിയം മണൽ പ്രദേശങ്ങളും കൃഷിയിടങ്ങളുമാണ്. തീരെ വിഷമില്ലാത്ത ഇക്കൂട്ടർ ഇരയെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടി കൊന്ന ശേഷമാണ് ഭക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന് എൻഡേഞ്ചർ സ്പീഷീസ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കടത്തപ്പെടുക മാത്രമല്ല, ഒരു കാരണം നമുക്കിപ്പോൾ പറമ്പിലൊക്കെ കൂടുതലായി JCBയുടെയൊക്കെ കടന്നുകയറ്റം കൊണ്ട് JCBയുടെ കൊണ്ട് നമ്മൾ മണ്ണൊക്കെ കിളയ്ക്കുന്നത് കൊണ്ട് മണ്ണിളക്കുന്നത് കൊണ്ടൊക്കെ ഇവ വംശനാശ സംഭവിച്ചുകൊണ്ടിരിക്കുക ആണെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഇദ്ദേഹം ഫീമെയിലാണ്. പ്രസവിക്കുന്ന പാമ്പിൻ്റെ ഗണമാണ്. നമുക്കിവിടെ റെഡ് സാൻബോവ എന്നും യെല്ലോ സാൻബോവ എന്നും ബ്ലാക്ക് സാൻബോവ എന്നും അറിയപ്പെടുന്ന 3 ഇനം സാൻബോവകൾ, മണ്ണൂലി പാമ്പുകൾ, നമ്മുടെ ഇരുതല പാമ്പുകൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇതിപ്പോൾ കറുത്ത മണ്ണൂലി എന്നറിയപ്പെടുന്നതും ഇനി കാപ്പിപ്പൊടി കളറിലൊക്കെ വരുന്നതുകൊണ്ട് ഇതിനെ ചുവന്ന മണ്ണൂലി എന്നറിയപ്പെടുന്നു. അതിൽ ചെറിയ മഞ്ഞ കളർ കൂടി ചേർന്ന് വരുന്നതുകൊണ്ട് ഇതിനെ മഞ്ഞ മണ്ണൂലി എന്നും അറിയപ്പെടുന്നതാണ്. കേരളത്തിലെ ഇന്ത്യയിൽ ഇങ്ങനെ 3 ഇനം മണ്ണൂലികളെയാണ് കണ്ടുവരുന്നതെന്നുള്ള മറന്നു പോകാതിരിക്കുക. ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇരുതലപ്പാമ്പിന് കോടികൾ വിലയുണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം ഈ പാമ്പിൻ്റെ ശരീരത്തിൽ ഇറിഡിയം അഥവാ ബയോ ഇറിഡിയം എന്നറിയപ്പെടുന്ന ഒരു സാധനം ഉണ്ട്, ഒരു വസ്തു ഉണ്ടാവുന്നു എന്നുള്ള ആരോ പ്രചരിപ്പിച്ചതിൻ്റെ പിറകെ നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നു. അത് പോകാതിരിക്കുക. കാരണം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയുടെ ശരീരത്തിലും മരങ്ങളിലോ ഒന്നും വിളയുന്നതല്ല ഇറിഡിയം എന്ന് പറഞ്ഞാൽ. ഇറിഡിയം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഞാൻ അവയർനെസ് ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അവയർനെസ് ക്ലാസ്സിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം, ബയോ ഇറിഡിയം എന്നാൽ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ സിസ്റ്റത്തിൽ ചേരുന്ന സാധനമാണ് ബയോ ഇറിഡിയം. ബയോ ഇറിഡിയം എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലോ മറ്റു ജീവികളുടെ ശരീരത്തിലോ ഉണ്ടാകത്തില്ല, മരങ്ങളിലൊന്നും ഉണ്ടാകുന്ന സാധനമല്ല എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. ഇത് പെൺ മണ്ണൂലി എന്നറിയപ്പെടുന്ന, കറുത്ത മണ്ണൂലി എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിന് നമുക്ക് പിടികൂടിയത് നമ്മുടെ ഞാൻ ഈ കോള് വന്ന ഉടനെ തന്നെ ആദ്യത്തെ കോള് ഞാൻ ചെയ്തത് തിരുവനന്തപുരം ജില്ലയിൽ പാലോട് RO വിനോദ് കുമാർ സാറിനാണ് ഞാൻ ആദ്യം വിളിച്ചത്. ഇങ്ങനത്തുള്ള അതിഥികളെ വിളിക്കുക, എനിക്ക് കോൾ വരണം, ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിനെ ബന്ധപ്പെടുകയും അദ്ദേഹം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനെ പിടിക്കാൻ പോവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തിനെ പിടികൂടുകയും ഇനി അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് കുറച്ച് മുറിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെയാണ് സുരേഷ് നമുക്കിത് കാട്ടിൽ വിടണ്ട, നമുക്കിതിനെ സൂവിൽ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറിന് കൈമാറാം, അദ്ദേഹത്തിൻ്റെ സൂ അതോറിറ്റിക്ക് കൈമാറാം. അപ്പോൾ ജേക്കബ് അലക്സാണ്ടർ സാറാകുമ്പോൾ ഇതിന് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവിടെ തന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് നമ്മൾ ഈ അതിഥിയെ നമ്മുടെ സൂ അതോറിറ്റിക്ക് കൈമാറാനാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം. നമ്മളും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോ നാളെയോ ഇത് തിരുവനന്തപുരം സൂ അതോറിറ്റിക്ക് കൈമാറും. മണ്ണൂലി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അതിഥി കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിൽ പുനലൂരിനടുത്ത് ഒരു സുപ്രിയ സഹോദരൻ റബ്ബർ ടാപ്പ് ചെയ്യാൻ രാവിലെ പോയ സമയത്ത് ഒരു കുഞ്ഞ് അതിഥി ചുരുണ്ട് കിടക്കുന്നു കണ്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ആ സ്ഥലത്തെത്തി. ആ കുഞ്ഞൻ അതിഥി അവർ കണ്ട ചെറിയൊരു എൻ്റെ വാലിൻ്റെ ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അവർ വിളിച്ചുകൊണ്ട് ഞാനവിടെ എത്തുകയും അവിടെ കണ്ട ഒരു അതിഥിയെ ഞാൻ പോയി പിടികൂടി ആൺ പൈത്തൻ അഥവാ പെരുമ്പാമ്പിനെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ മുന്നിലേക്ക്. അത്ര ഭാരമൊന്നുമില്ല, 20 കിലോ 30 കിലോയ്ക്ക് അടുത്ത് മാത്രം ഭാരം വരുന്ന, 8 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന, ഏകദേശം 9 അടിയോളം നീളം മാത്രം തോവയുള്ള ഒരു ചെറിയ ആൺ പെരുമ്പാമ്പിനെ നമുക്ക് കാണാം. ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ അതിഥി നോക്കാം. നമ്മുടെ കുഞ്ഞിന് അത്ര വലുതൊന്നും അല്ല, ഇതിനേക്കാളും വലിയ അതിഥികളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കൊല്ലം ജില്ലയിൽ കൊളത്തൂപ്പുഴയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ. അതിനുശേഷം അതിനടുത്ത് ഭാരമുള്ള, ഇതും നല്ല ഭാരമുള്ള, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന
പെരുമ്പാമ്പുകളിൽ ഒരുവിധം സൈസുള്ള അതിഥിയാണ് ഇദ്ദേഹത്തിന് ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ കോഴിയൊക്കെ പിടിക്കാൻ വരുന്ന അതിഥി. നാട്ടിലാൾ വാസമുള്ള സ്ഥലമൊന്നും പറയാൻ കഴിയില്ല. അയൽവാസം ഇപ്പോഴ് പുതിയ വീടുകൾ വെച്ച് ആൾക്കാർ താമസത്തിന് വരുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭാരമുള്ള നമ്മുടെ ഇരയെ അമർത്തി കൊല്ലുന്ന പെരുമ്പാമ്പ് അഥവാ പൈത്തൺ ആണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണാം. ഇതിൻ്റെ പ്രത്യേകത നമ്മളെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് ബലം പ്രയോഗിക്കുകയും അതുപോലെ നമുക്ക് കാണാൻ പറ്റും ഇത് പിടിച്ച ഉടനെ നമുക്ക് മോഷനും യൂറിനും കൂടി നമ്മുടെ ദേഹത്ത് സ്പ്രേ ചെയ്യുകയും അത് നല്ല സ്മെല്ലാണ്. നമ്മൾ ഇതിൻ്റെ യൂറിനും മോഷനും നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. പെട്ടെന്ന് പരിചയമില്ലാത്ത ആൾക്കാർ പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പിടിയങ്ങ് ലൂസാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലൂസാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കടി കേൾക്കുകയും ചെയ്യാം. കഴിഞ്ഞ കുറേ ദിവസമായി കുറേ നാളുകൾക്ക് മുന്നേ യൂട്യൂബിലൊരു സംഭവം കാണാൻ എനിക്ക് കഴിഞ്ഞു. കാരണം ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരാൾ സിംഗപ്പൂരിലോ മറ്റോ ആണ്, സിംഗപ്പൂരിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പാമ്പിനെ പിടിക്കുന്ന സ്നേക്ക് പാർക്കിൽ പാമ്പിനെ പിടിച്ച് തൊടാനൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അവസരം അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പെരുമ്പാമ്പിനെ അവിടുത്തെ ക്യാച്ചർ അല്ലെങ്കിൽ സേവ പാമ്പിനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിനിടയിൽ ഒരു ലേഡി വന്ന് തൊട്ടതിന് ശേഷം ഇങ്ങനെ തലയിൽ ഉമ്മ വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്നത് ആ പിടിച്ചിരിക്കുന്ന കയ്യിൽ നിന്ന് ചാടി ചുണ്ടിലും മൂക്കിലും കൂടെ പിടിച്ച് മൂക്കും ചുണ്ടും ഒക്കെ കട്ടായി പോകുന്നത് എനിക്ക് യൂട്യൂബിൽ കൂടി കാണാൻ കഴിഞ്ഞു. ഇതിൻ്റെ വായ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ചെറിയ അരുക്ക് പല്ലുകൾ, കുഞ്ഞു പല്ലുകൾ. പെട്ടെന്ന് നമുക്ക് വായി തുറന്നു തരുമ്പോൾ നിങ്ങൾക്ക് വായി തുറന്നു തരുമ്പോഴാണ് അദ്ദേഹം ചെയ്യുന്നത്. കാണാം നമുക്ക് കുഞ്ഞു അരുക്ക് പല്ലുകൾ. ഇതുണ്ടോ അരുക്ക് പല്ലുകൾ. വെനമില്ല എങ്കിലും ഇദ്ദേഹത്തിൻ്റെ കടി ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാംസം അടർന്നു പോകും. അതുപോലെ ഞാൻ നേരത്തെ പറയാനുള്ള പോലെ നല്ല വെയിറ്റുകളുണ്ട്. നമ്മുടെ ഇരയെ കടിച്ച് ദേഹത്തേക്ക് ഇട്ടതിന് ശേഷം ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊന്ന് ഭക്ഷണമായി ഉപയോഗിക്കുന്ന അതിഥികളാണ് ഇവർ, പെരുമ്പാമ്പ് അഥവാ പൈത്തൺ. അല്ലെങ്കിൽ ഇവർ നമ്മുടെ കേരളത്തിൽ 2 കളറിൽ, ഇതിപ്പോൾ നമുക്ക് കറുപ്പ് കളർ കുറവാണ്, ഇനി ഒരു ശകലം കൂടി കറുത്ത കളറിലും ഇത് തന്നെ ചട്ട പൊടിക്കാറാകുമ്പോൾ ഒരു കറുത്ത കളറാവുകയും മറ്റൊന്ന് ഒരു കാപ്പിപ്പൊടി കളർ, ലൈറ്റ് കാപ്പിപ്പൊടി കളറാവുകയും ചെയ്തു. അങ്ങനെ 2 കളറിലാണ് നമ്മുടെ നാട്ടിൽ പെരുമ്പാമ്പിനെ കണ്ടുവരുന്നത്. നമ്മൾ റോക്ക് പൈത്തൺ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. പാറ പെരുമ്പാമ്പ് എന്നറിയപ്പെടുന്നത് പാറ ഇടുക്കുകളിൽ കാണുന്നത് കൊണ്ടാണ് റോക്ക് പൈത്തൺ എന്ന് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഭാരമുള്ള, നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അമർത്തിയിട്ട് നമ്മുടെ കൈ ഇങ്ങനെ അമർത്തി അവിടുത്തെ അവിടുത്തെ രക്ത ഓട്ടം ഇല്ലാതാക്കുകയും അവിടെ തളർത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ഈ പെരുമ്പാമ്പുകൾ കണ്ടുവരുന്നത്. എങ്കിൽ നമ്മൾ ചെറുതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഐസ് പോലെ തണുക്കും. ഇദ്ദേഹം ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ, രക്ത ഓട്ടം അങ്ങോട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് കൈ തണുക്കും. നോക്കുക, ഇത് നല്ല അമർത്തി കയ്യിൽ നല്ല അമർത്തിയാണ് അദ്ദേഹം പിടിച്ചത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാതെ ആ കൈ ഊരി. Name: Indian rock python. Kingdom: Animalia. Phylum: Chordata. Class: Reptalia. Family: Pythonidae. Genus: Python. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് മലമ്പാമ്പ്, ഇന്ത്യൻ റോക്ക് പൈത്തൺ. ശാസ്ത്രീയ നാമം പൈത്തൺ മൊളൂറസ്. ഇവ പെരുമ്പാമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. മലമ്പാമ്പുകളെ 2 ജാതികളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇതിലൊന്ന് ഇന്ത്യൻ പൈത്തൺ അഥവാ റൂറൽ പൈത്തൺ എന്നും രണ്ടാമതായി റെറ്റിക്കുലസ് പൈത്തൺ എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ 2 ജാതിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ നീളത്തിലും തൂക്കത്തിലുമാണ്. നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്ന മലമ്പാമ്പുകൾ പൊതുവെ ചെറുതാണ്. ഇവയ്ക്ക് ഏകദേശം 20 അടിയോളം നീളവും 100 കിലോഗ്രാമോളം തൂക്കവും വരുമ്പോൾ റെറ്റിക്കുലാറ്റസ് പൈത്തൺ മലമ്പാമ്പുകൾക്ക് ഏകദേശം 28 അടി നീളവും 120 കിലോഗ്രാം തൂക്കവും കണ്ടുവരാറുണ്ട്. മലമ്പാമ്പുകളുടെ ശരീരം പൊതുവെ കറുപ്പ് നിറത്തിൽ ചിത്രപ്പണികളോട് കൂടിയവയാണ്. ഇവയുടെ അടിഭാഗം മങ്ങിയ വെള്ള നിറത്തോടു കൂടിയിരിക്കും. ശരീരത്തിൽ ഉടനീളം മഞ്ഞ നിറത്തിലുള്ള കളങ്ങളും കണ്ടുവരുന്നു. പാമ്പുകളുടെ വർഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് മലമ്പാമ്പുകളെ തന്നെയാണ്. ഇതിന് കാരണം ഇവയുടെ ശരീരത്തിന്റെ വലിപ്പക്കൂടുതൽ കൊണ്ട് തന്നെയാണ്. ഇവയുടെ നെറ്റിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത അടയാളങ്ങൾ കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ളതാണ്. വലിയ തലയും കുറുകിയ വാലും ഇവയുടെ പ്രത്യേകത. പൊതുവെ ശാന്തപ്രകൃതരായ മലമ്പാമ്പുകൾക്ക് എതിരാളികൾ ഇല്ല എന്നു തന്നെ പറയാം. അതിനു കാരണം ഇവയുടെ ഭാരിച്ച നീണ്ട ശരീരമാണ്. വിഷാംശം തീരെയില്ലാത്ത മലമ്പാമ്പുകൾ തനിക്ക് കീഴടക്കാൻ കഴിയുന്ന ഏതൊരു ജീവിയെയും ഇരയായി ഭക്ഷിക്കും. വലിയ ഇരകളെ വിഴുങ്ങിയ ശേഷം
ഒരു മരത്തിൽ സ്വയം മുറുക്കി വരിഞ്ഞ് തവിടുപൊടിയാക്കുന്നതാണ് ഈ കൂട്ടരുടെ സ്വഭാവം. വളരെ സാവധാനത്തിൽ മാത്രമേ ഇവ സഞ്ചരിക്കാറുള്ളൂ. വെള്ളത്തിൽ അതിവിദഗ്ധമായി നീന്തുവാനും ദീർഘനേരം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് മുങ്ങിക്കഴിയുവാനും ഇവയ്ക്ക് കഴിവുണ്ട്. ചത്തുകിടക്കുന്ന ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. രാത്രിയിലാണ് കൂടുതലും ഇര തേടുന്നത്. മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനുള്ള കഴിവും ഈ പാമ്പുകൾക്കുണ്ട്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ ഇണചേരുന്നത്. ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിന്റെ വായിൽ ഉളി പോലുള്ള പല്ലുണ്ട്. അത് ഉപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നത്. ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോകും. മലമ്പാമ്പുകൾക്ക് ഏകദേശം 20 വർഷത്തെ ആയുസ്സുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ശരീരത്തിലെ നെയ്യെടുക്കുന്നതിനു വേണ്ടിയും ഇറച്ചിക്കും തോലിനുമൊക്കെ വേണ്ടിയും പെരുമ്പാമ്പുകളെ വേട്ടയാടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വംശനാശ ഭീഷണി നേരിടുന്നു. ഏകദേശം ഞാൻ പറഞ്ഞു 9 അടിയോളം നീളം ഇദ്ദേഹത്തിനുണ്ട്. 9 അടിയോളം നീളമുണ്ട്. ഏകദേശം 30 കിലോയ്ക്ക് അടുത്ത് മാത്രമേ ഭാരമുള്ളൂ. ഇദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഇദ്ദേഹം കോഴിയും താറാവിനെയും അതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നായയൊക്കെ പിടിക്കുന്നതിനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. പിന്നെ മുയൽ, അതുപോലെ ആട്ടിൻ്റെ കുട്ടിയൊക്കെ ഇദ്ദേഹം പിടിക്കുന്നത്. ഇത്രയും ചെറിയ കഴുത്താണെങ്കിലും ഭക്ഷണം ചെല്ലുന്തോറും അദ്ദേഹം ആ ഭക്ഷണത്തെ കയറ്റി ബ്രീത്ത് ചെയ്ത് അല്ലെങ്കിൽ എയറെടുത്ത് ശരീരം വികസിപ്പിക്കുകയും ബോഡി ലൂസാക്കി. അപ്പോൾ ലൂസാകുമ്പോൾ ഫ്ലെക്സിബിൾ ആവുന്ന ബോഡി ആയതുകൊണ്ട് ഈ സ്കിന്നൊക്കെ നോക്കൂ, തൊലി നന്നായിട്ട് വലിയുകയും ചെയ്യുന്നു. അതുപോലെ എൻഡേഞ്ചറസ് സ്പീഷീസ് പട്ടികയിൽ ഒന്നാമനാണ് ഇദ്ദേഹം. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം പെരുമ്പാമ്പാണ് ഒന്നാമത്തെ പട്ടികയിലുള്ളത്. അതായത് പെരുമ്പാമ്പ്, ആന, കടുവ, പുലി, മയിൽ എല്ലാം ഒരേ പട്ടികയിൽപ്പെടുന്ന അതിഥിയാണ്. അതിൽ ഒന്നാമത്തെ അതിഥി ഇതാണ്. ഷെഡ്യൂൾ 1 ഇദ്ദേഹത്തിനെ കൊല്ലുകയോ വീട്ടിൽ വളർത്തുകയോ വെച്ച് ഡാൻസ് കളിക്കുകയോ മാരകമായി മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ അത് ഫോറസ്റ്റിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ആളിൻ്റെ പേരിൽ നടപടി ഉണ്ടാവുകയും അദ്ദേഹം ജയിലിൽ പോകേണ്ടിയും വരും. അതുപോലെ ഇദ്ദേഹത്തിനെ പണ്ട് കാലങ്ങളിൽ മാംസത്തിന് വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അത് എൻഡേഞ്ചർ സ്പീഷീസ് പട്ടികയായതുകൊണ്ട് അത് ആരും അതിന് മുതിരുന്നില്ല. എന്നാലും കുറേ ആൾക്കാർ, കുറച്ച് പേരെങ്കിലും അതിന് മുതിരുന്നുണ്ട്. അത് ആ ചിന്ത മാറണം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ജീവിയെ, കാരണം ഇത് ഒരിക്കലും മനുഷ്യന് ഉപദ്രവകരമായ ജീവിയല്ല, മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവിയല്ല എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ തൊലി നമ്മൾ പണ്ട് കാലങ്ങളിൽ പേഴ്സ്, ബെൽറ്റ്, അങ്ങനെ ചെരുപ്പ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ എടുത്തിരുന്നത് കൊണ്ടാണ് ഇത് ഇന്ന് നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് അനാക്കോണ്ട പ്രസവിക്കുന്ന പാമ്പും ഇദ്ദേഹം മുട്ടയിടുന്ന പാമ്പുമാണെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. കഴിഞ്ഞ മാസം ഞാൻ 2 പെരുമ്പാമ്പുകളെ പിടികൂടിയതിൽ 2 പേരുടെ വയറ്റിലും, ഒന്ന് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പറഞ്ഞ പിടികൂടിയതിൻ്റെ വയറ്റിൽ മരപ്പട്ടി അഥവാ പഴവുണ്ണിയായിരുന്നു. അതുപോലെ നിലമേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് രാത്രി ഞാൻ പിടികൂടിയ പെരുമ്പാമ്പിൻ്റെ വയറ്റിലും മരപ്പട്ടി അഥവാ പഴവുണ്ണിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം അതിന് തിരിഞ്ഞ് കടിക്കുന്ന സാധനമായാൽ പോലും അവ ഭക്ഷണമായി ഉപയോഗിക്കുക. കീരിയെ പിടിച്ച് വിഴുങ്ങിയ സംഭവം എനിക്ക് മറ്റൊരു അവസരത്തിൽ ഒരു പെരുമ്പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കീരിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വശന്നിരിക്കുമ്പോൾ എന്താണ് അവയുടെ മുന്നിൽ കൂടി പോകുന്നോ, ആന പോയാൽ ആനയെ ചാടി പിടിക്കും. അതായത് അവർക്കറിയില്ല അത് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ജീവിയാണ്. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരു സാധനമാണ് ഇവ. എന്തായാലും ഈ അതിഥിയെ നമ്മൾ വേദനിപ്പിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ യൂറിനും മോഷനും നല്ല സ്മെല്ലാണ്. പെട്ടെന്ന് നമ്മുടെ ദേഹത്ത് അയക്കുന്ന പെട്ടെന്ന് മണം പോകത്തില്ല. അതുപോലെ ശരീരത്തിൻ്റെ പുറത്ത് തൊട്ട് മണപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പാലപ്പൂവിൻ്റെ പോലത്തെ ഗന്ധം ഉണ്ടാവും. അതും ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതിൽ ചേരയ്ക്ക് ഒരു പ്രത്യേകത, ചേരയുടെ മോഷൻ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്. കാരണം വരുന്നത് എലിയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. കൂടുതൽ എലിയെ പിടിക്കുന്നു. എന്നാൽ തവളയും പക്ഷിയും കോഴിയൊക്കെ പിടിക്കുന്ന അതിഥിയാണ് ചേര. പക്ഷേ ചേരയുടെ മോഷൻ ദേഹത്തിന് ചൊറിച്ചിലുണ്ടായ സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈത്തണ്ടയും, അതായത് പെരുമ്പാമ്പിൻ്റെ മോഷണം ദേഹത്ത് വീണാൽ ചൊറിച്ചിലുണ്ടാവും. ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുണ്ടാകും കൊച്ചു കുട്ടികൾക്ക്. നമ്മുടെ മൂർഖൻ്റെ അണലിയുടെയൊക്കെ വെനം കൊണ്ടാണ് അവ ഭക്ഷണത്തെ കൊല്ലുന്നതും ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നതുമായതുകൊണ്ട് അവയുടെ മോഷൻ കൊച്ചു കുട്ടികളിൽ ചവിട്ടുകയോ അവരുടെ കാൽപാദത്തിലേക്ക് ആവുകയോ ചെയ്താൽ അവിടെ കുറച്ചുകൂടെ വരുമ്പോൾ ചെറിയ അലർജി ഉണ്ടായി ചൊറിഞ്ഞ് പൊട്ടി വ്രണം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം അങ്ങനെ പാമ്പുകളുടെ മോഷൻ ചവിട്ടി എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. ചെറിയ വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം മഞ്ഞളും ഉപ്പും കൂടി ഒഴിച്ച് ആ വെള്ളം നന്നായിട്ട് മോഷൻ വീണ സ്ഥലത്ത് നിങ്ങൾ കഴുകി കളയുന്നത് നല്ലതായിരിക്കും എന്നുള്ളതും കൂടി നമ്മളെ പ്രേക്ഷകർ ഓർക്കുക. ഒരു കാരണവശാലും ഈ സാധു ജീവിയെ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക. പരസ്പര പൂരകങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവയൊക്കെയാണ്. ഇവ ഒന്നിനെ ഒന്ന്, അതായത് ഒരു പെരുമ്പാമ്പ് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പാമ്പുകളുണ്ട്. ഇപ്പോൾ പാമ്പുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം നമുക്കറിയാം എല്ലാവരും പറമ്പുകളെല്ലാം വെളുപ്പിക്കുക, അവിടെ വീടുകളാകുകയും ചെയ്തപ്പോൾ ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ അതിഥിയെ ചാക്കിലാക്കി ഇന്ന് തന്നെ തുറന്നു വിടാം.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.